പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും പൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും കാസക്ക് നമ്മുടെ ഔദ്യോഗിക വേഷമാണെന്നും അല്ലെങ്കിൽ ആ ബഹുമാനം നമുക്ക് കിട്ടണമെന്നും ആഗ്രഹിക്കും. കൃത്യമായി എല്ലാ സമയത്തും പുരോഹിതരിടുന്ന ഉടുപ്പ് നിർബന്ധമായും ധരിക്കാൻ ആൾ ശ്രദ്ധിക്കാറുണ്ട്. ചേലക്കര പ്രദേശത്തെ തോന്നൂർക്കരയിൽ ഒരു ക്രൈസ്തവ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ കണ്ണാത്തച്ഛൻ്റെ പങ്ക് നിർണായകമാണ്. വെറും സാധാരണക്കാരായ ഇവരുടെ ഇടയിൽ അച്ഛൻ പകർന്നത് ദൈവസ്നേഹത്തിൻ്റെ പുതിയ പാഠങ്ങളാണ്. ഞാൻ ചേലക്കര ഫൊറാന പള്ളി ആക്കി അതിൻ്റെ വികാരിയായിരിക്കുമ്പോൾ അതിൻ്റെ അധീനത്തിലുള്ളതായ വളരെ അകലമുള്ളതായ ഒരു കുടിയേറ്റക്കാർ വളരെ കുറച്ചുള്ളതായ ഒരു മലമ്പ്രദേശമാണ് തോന്നൂർക്കര. അപ്പോൾ അവിടെയെല്ലാം പള്ളികളും സൗകര്യങ്ങളുമായപ്പോൾ ഈ പ്രദേശത്ത് കുറച്ച് കത്തോലിക്ക കുടുംബങ്ങളുള്ളെങ്കിലും അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിന്തിച്ചപ്പോൾ ഇവിടെ ഒരു പള്ളി അത്രമാത്രം ഇടവക്കാരില്ലെങ്കിലും ഒരു സ്ഥാപനം വേണം എന്ന് കരുതിക്കൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കപ്പേള പണി ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ കത്തോലിക്കരായവരുടെയും മറ്റെല്ലാവരുടെയും പരിശ്രമഫലമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടികയുണ്ടാക്കാനും പണിയാനും ഒക്കെ അവർ പണിച്ചുകൊണ്ട് ഒരു ചെറിയ കപ്പേള പണിതു. അത് പണിയുന്നതിന് വേണ്ടി അതിൻ്റെ സ്ഥലം ഒരുക്കുന്ന അവസരത്തിൽ അതിനോട് ചേർന്നുകൊണ്ട് മുനിയറ എന്ന് പറയുന്നതായ ഒരു ഇത് കണ്ടുപിടിക്കാനിടയായി. ഇഞ്ചക്കുണ്ട് ഭാഗത്ത് മുനിയാട്ടുകുന്ന് എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പോൾ അവിടെ വളരെയധികം മുനിയറകളുണ്ട്. അപ്പോൾ മുനികൾ ജീവിതം മുഴുവൻ അവിടെ ചെലവഴിച്ചുകൊണ്ട് അതിൽ കിടന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മരിച്ചാൽ അടക്കുകയോ ചെയ്യുന്ന ഒരാളടക്കാവുന്നതായ പാറ കല്ലുകൾ കൊണ്ട് പിടിച്ചിട്ടുള്ളതായ മുനിയറയായിരുന്നു. അത്
ഒരു ചരിത്ര സംഭവമായിട്ട് ആളുകൾ അന്വേഷിച്ച് വന്നിരുന്നതായ ഒരു സ്ഥലമായി മാറി. അപ്പോൾ ആ കപ്പേള ചെറുതായിരുന്നു, കുർബാനയൊന്നും ചെല്ലാൻ പറ്റില്ല. ഇവിടുത്തെ ആളുകൾക്ക് ആവേശവും കുറേ വീട്ടുകാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ പൊക്കത്ത് തന്നെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു പള്ളി പണിയാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ആ പള്ളിപ്പണി അത്രയധികം വീടുകളില്ലെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചു. എന്നാൽ കുണ്ടുകുളം പിതാവ് ഈ സാധാരണക്കാരുടെയും സാധുക്കളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മോൻ പള്ളി പണിതോ, ചെറിയ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം അങ്ങനെ പറഞ്ഞ് ആ പള്ളിപ്പണി കഴിഞ്ഞപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ഒരു രൂപം, ഞാൻ പണ്ട് വേലുപ്പാടത്ത് വെച്ചിട്ടുള്ളതായ രൂപമാണ്, തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിൻ്റെ രൂപം വെച്ചു. പിതാവ് വന്ന് വെഞ്ചരിച്ചു. അങ്ങനെ അന്നത്തെ ചടങ്ങുകളിലെല്ലാം വളരെ പ്രസിദ്ധമായ രീതിയിൽ നാടകമോ കളികളൊക്കെ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ജാതിക്കാരും രാത്രി മലയിൽ നിന്ന് ചൂട്ടും വിളക്കുമായിട്ട് വന്ന് ഇതിൽ സംബന്ധിച്ച് പോകുന്നൊരു കൂട്ടായ്മയായിരുന്നു. 1989 മുമ്പ് കുടിയേറ്റക്കാരും കൃഷിക്കാരും കൂലിപ്പണിക്കാരും അടങ്ങിയ ഒരു ഗ്രാമം മണ്ണാത്തിപ്പാറ. ഇവിടെ ആകെ ഒരു 3 വീട്ടുകാരാണ് ക്രിസ്തീയ വിശ്വാസികളായിട്ട് ഉണ്ടായിരുന്നവർ. ചേലക്കര പള്ളിയിലായിരുന്നു ഇടവക. അവിടേക്ക് പോകാനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഇവിടുന്ന് വഴി ഇല്ല, പാടം വഴി നടന്നു പോകണം, ഒരു 5 കിലോമീറ്ററോളം ദൂരേക്ക് പോയിട്ട് വേണം കുർബാന പങ്കെടുക്കാൻ. ആ കാലഘട്ടത്തിൽ കണ്ണാത്തച്ചൻ മണ്ണാത്തിപ്പാറയിലേക്ക് ചേലക്കരയിൽ നിന്ന് വരികയും ഇവിടെയുള്ള നിലവിലുണ്ടായിരുന്ന ഇടവക്കാരും നാട്ടുകാരും ഒക്കെയായി സഹകരിച്ച് അവരുടെ താല്പര്യം, ഇടവക്കാരുടെ പ്രത്യേക താല്പര്യവും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് അച്ഛൻ ഇവിടെ ഒരു കപ്പേളയ്ക്കാണ് 1989 രൂപം കൊടുക്കുന്നത്. ആദ്യമായി ഒരു 10 സെൻറ്റ് സ്ഥലം കണ്ണാത്തച്ഛൻ വാങ്ങി ഇവിടെ ഒരു കപ്പേള പണിതു. ജനങ്ങളുടെ സഹകരണത്തോടെ, ജാതിമത ഭേദമന്യേ ഉള്ള സഹകരണം, ആ ആവേശത്തിൽ അച്ഛൻ 2 വർഷം ഇവിടെ കപ്പേളയുടെ ചെറിയ പെരുന്നാളുകൾ ആഘോഷിക്കുകയും സിനിമാ പ്രദർശനങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. പൊതുവെ ഇവിടെ ജാതിമതഭേദമന്യേ എല്ലാവരും ഈ കപ്പേളയിൽ വഴിപാടിടുകയും തിരിവയ്ക്കുകയും ഒക്കെ ചെയ്ത് വരുന്ന സാഹചര്യം കണ്ടുകൊണ്ട് അച്ഛൻ പിറ്റേ വർഷം ഇവിടെ ഈ ഒരു പള്ളിക്ക് വേണ്ടി, ഇപ്പം നിലവിലുള്ള ഈ പള്ളിക്ക് വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങുകയും ഒരു 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഈ സ്ഥലം വാങ്ങിച്ച് ഇവിടെ ഈ പള്ളി പണിയുണ്ടായി. അതിന് ഇടവക്കാരുടെയും ചേലക്കരയിൽ നിന്നുള്ള ഇടവക്കാരുടെയും ഇവിടുത്തെ നാനാ മതസ്ഥരായ നാട്ടുകാരുടെയും വളരെ അധികം ത്യാഗപൂർണമായ, എന്ന് വെച്ചാൽ വണ്ടിയൊന്നും കൂടി വരില്ല, ഒരു 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരെ നിന്നൊക്കെയാണ് ഈ പള്ളി പണിക്ക് ആവശ്യമായിരുന്ന ഓട്, ഇഷ്ടിക, അതുപോലെ ജനൽ, മറ്റേ അതിൻ്റെ അനുധാരികളൊക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ പള്ളി പണി പൂർത്തിയായി. 94 ഇതിൻ്റെ വെഞ്ചരിപ്പ് കുണ്ടുകുളം പിതാവ് നിർവഹിക്കുകയും ചെയ്തു. കണ്ണാത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം കണ്ണാത്തച്ഛൻ ഈ നാടിന് വരുത്തിയിട്ടുള്ള ഏറ്റവും ഐശ്വര്യപൂർണമായ, അത് വളരെ ദൈവാനുഗ്രഹപ്രദമായ ഒരു പ്രവൃത്തിയാണ് ഈ പള്ളി നിർമ്മാണത്തിലൂടെ അച്ഛനോട് ചെയ്തു വെച്ചത്. അതിനോടനുബന്ധിച്ച് ഇവിടെ പിന്നെ ധാരാളം ഇടവക്കാർ പിന്നീട് വരികയും ഇപ്പം ഇന്നൊരു 20ഓളം ഇടവക്കാർ കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് ചേരുകയുണ്ടായി.
എല്ലാ ഞായറാഴ്ചകളിലും ഇപ്പോൾ ഇവിടെ കുർബാനകളുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് 5 മണിക്ക്. ഇവിടുത്തെ എല്ലാ ജാതി മതസ്ഥർക്കും ആൾ വളരെ വേണ്ടപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിതാവിനെ പോലെ പ്രിയപ്പെട്ടവനായിരുന്നു. ആളുടെ കയ്യിൽ നിന്ന് ഇവിടെ നിർധനരായ ഒത്തിരി പേർക്ക് ധാരാളം സഹായങ്ങൾ എല്ലാ അർത്ഥങ്ങളിലും ചെയ്തുകൊണ്ടിരുന്നു. മണ്ണാത്തിപ്പാറയുടെ വിശുദ്ധനെന്നാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ്. കാരണം ഇവിടെ ഈ പള്ളി പണിയുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെയൊന്നും വീടുകളിലൊന്നും കക്കൂസ് ഉണ്ടായിരുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് എല്ലാവരും വനത്തെയാണ് ആശ്രയിച്ചിരുന്നത്. അച്ഛനന്ന് ഇവിടെ വന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ ആൾക്കാരുടെ ദാരിദ്ര്യം മനസ്സിലാക്കി ഇവിടെ എല്ലാ വീടുകളിലും ഓരോ കക്കൂസ് പണിയുന്നതിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് ആൾക്കാരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ഒരുവിധപ്പെട്ട വീടുകളിലൊക്കെയും അച്ഛൻ ഓരോ പശുക്കുട്ടികളെ വാങ്ങിച്ചു കൊടുത്തു. ആ പശുക്കുട്ടിയെ പ്രസവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുട്ടിയെ അടുത്ത വീട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അച്ഛൻ അന്ന് എല്ലാവർക്കും കൊടുത്തിരുന്നത്. അച്ഛൻ പോയി കഴിഞ്ഞിട്ടും ഈ ഒരു അവസ്ഥ ഇവിടെ തുടർന്നു വന്നിരുന്നു. ഇപ്പോഴിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന് വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും തൊഴിലുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാനയുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ ഒരു ശനിയാഴ്ചയോ മാത്രം ഒരു കുർബാന വെച്ച് ആയിരുന്നു നടന്നിരുന്നത്. ഇവിടുന്ന് 5 കിലോമീറ്ററോളം, ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് എടവക പള്ളിയിലേക്ക്. ഇപ്പോൾ അച്ഛൻ ഇവിടെ വന്നതിന്, ഈ പള്ളി പണിതതിന് ശേഷം ഇവിടെ വഴിയായി, കറണ്ടായി, എല്ലാ വീടുകളിലും വെള്ളമായി. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരൻ കണ്ണോത്തച്ഛനാണ്. അച്ഛനിവിടെ പള്ളി പണിതത് കൊണ്ടും ഇവിടെ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടും മാത്രമാണ് ഈ മണ്ണാത്തിപ്പാറ എന്ന ഈ കുഗ്രാമത്തിന് ഇത്രയും വികസിക്കാൻ സാധിച്ചത്. ചേലക്കര നിവാസികൾക്ക് വിവാഹ ഒരുക്ക സെമിനാർ, ക്ലാസുകൾ എന്നിവയിൽ സംബന്ധിക്കാൻ തൃശ്ശൂർ വരെ പോവുക പ്രയാസമായിരുന്നു. ഇത് മനസ്സിലാക്കിയ കണ്ണാത്തച്ഛൻ തോന്നൂർക്കരയിൽ 90 സെന്റ് സ്ഥലം വാങ്ങി റീജിയണൽ പാസ്റ്റർ സെന്ററിന് വിട്ടുകൊടുത്തു. എന്നാൽ ഇന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. തൃശ്ശൂർ അതിരൂപതയിലെ വളരെ സീനിയറായിട്ടുള്ള വൈദികരിൽ ഒരാളാണ് പ്രിയപ്പെട്ട ജോർജ് കണ്ണാത്തച്ഛൻ. അവിഭക്ത തൃശ്ശൂർ അതിരൂപതയിലെ കുടിയേറ്റ മേഖലകളിൽ മിക്കവാറും പള്ളികൾ പണിയിച്ചിട്ടുള്ള അച്ഛനാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ ഇഞ്ചക്കൊണ്ട മുതൽ തൃശ്ശൂർ അതിരൂപതയിലെ ചേലക്കര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം. അദ്ദേഹം ചേലക്കര ഭവന പള്ളിയിൽ 12 വർഷം വികാരിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ചേലക്കര ചെല്ലുന്നത്. 1995 അദ്ദേഹം ചേലക്കരയിലെ 2ാം മിഷണറിയാണെന്ന് പറയാം. 1ാമത്തെ മിഷണറി ദൈവദാസൻ ആൻ്റണി തച്ചുപറമ്പിലച്ഛനാണ്. കണ്ണാത്തച്ഛൻ്റെ ആഗ്രഹം ചേലക്കര മേഖലയിൽ തന്നെ അവസാനം വരെ ജീവിച്ച് അവിടെ തന്നെ മരിക്കണം എന്നുള്ളതാണ്. അത് നടക്കാത്ത വിഷമം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. ചേലക്കരയിലെ മിക്കവാറും പള്ളികൾ അദ്ദേഹം തുടങ്ങിയതോ പുനർനിർമ്മിച്ചതാണ്. ഈ വലിയ പ്രദേശത്ത് പലയിടത്തുമായിട്ട് ഞാൻ ഇറങ്ങി നടന്നപ്പോൾ
തിരുവല്ലാമല ഒരു കൊച്ചു കപ്പേള ഒരാൾ പണിയിച്ച് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഓട് മേഞ്ഞത്. അവിടെ കുർബാനയോ മറ്റു കുദാശകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓരോ പ്രദേശം നടന്ന് കാണുന്ന അവസരത്തിൽ ഈ ചേലക്കര വന്നപ്പോൾ, തിരുവല്ലാമല വന്നപ്പോൾ പലരും എന്നെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് പള്ളിയിലേക്കും ശവസംസ്കാരത്തിനൊക്കെ വരണമെങ്കിൽ ചേലക്കരയ്ക്ക് വരണം, ഞങ്ങൾക്ക് അച്ഛനൊരു പള്ളി ചെറുതാക്കിയിട്ടൊന്നും ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇടവക്കാരായിട്ടോ വളരെ കഴിവ് ഇല്ലാത്തതായൊരു സ്ഥലത്ത് ഞാൻ എൻ്റെ ആവേശം കൊണ്ട് ക്രമേണ ആ പഴയ കപ്പേളയിൽ വല്ലപ്പോഴും ഒരു കുർബാന ചൊല്ലി, പിന്നെ ഞായറാഴ്ച കുർബാന ചൊല്ലി, അങ്ങനെ ഈ പ്രദേശം വളർന്നു വന്നതോടുകൂടി ഒരു പള്ളി പണിയുന്നതിന് ചെറിയ രീതിയിൽ ഇന്ന് കാണുന്ന പള്ളി പണിതു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അച്ഛൻ തിരുവില്വാമലയിൽ പുതിയ പള്ളി പണിതത്. കണ്ണാത്തച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നതും ഈ പള്ളിയിൽ വച്ചാണ്. വിപുലമായ സ്നേഹവിരുന്നും പൊതുസമ്മേളനവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ തന്നെ പരക്കാട് ദേവാലയത്തിൻ്റെ ചുമതല കൂടി അച്ഛൻ വഹിച്ചിരുന്നു. 1983 ബഹുമാനപ്പെട്ട ജോർജ് കണ്ണാത്തച്ഛൻ ഈ പള്ളിയിലെ വികാരിയായിട്ട് ചാർജ് എടുക്കുന്നത്. അർപ്പണ മനോഭാവത്തിൻ്റെ മൂർത്തീകരണമായ അദ്ദേഹം തൃശ്ശൂർ അതിരൂപയുടെ ഒരു മുത്താണെന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിലും അർപ്പണ മനോഭാവത്തിൻ്റെ ഒരു ഭാഗം കടന്നുകൂടിയിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂർ അതിരൂപയ്ക്ക് വേണ്ടി 25-ൽ പരം പള്ളികളും അതിനോടനുബന്ധമായ സ്ഥാപനങ്ങളും പണിതു തന്നിട്ടുണ്ട്. അദ്ദേഹം തിരുവിലാമല വികാരിയായി ചാർജ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 30-35 ആൾക്ക് നിൽക്കാവുന്ന ഒരു ചെറിയ പള്ളിയായിരുന്നു. ഇവിടെ ഇത് തിരുവില്ലാമല ഒരു കുടിയേറ്റ മേഖലയാണ്. അവിടെ ഒരു പള്ളി ഉണ്ടാകണമെന്നുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി തന്നെ അദ്ദേഹം അതിന് മുൻകൈയെടുക്കുകയും ഒരു നല്ല പള്ളി 1986 ഡിസംബറിൽ തറക്കല്ലിടുകയും ഒരൊറ്റ വർഷം കൊണ്ട് 1987 ഡിസംബറിൽ തന്നെ അത് വെഞ്ചരിച്ച് സഭയ്ക്ക് നൽകുകയും ചെയ്തു. ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. ഏത് സമയത്താണെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ തക്ക സമയത്ത് തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു വൈദികനാണ് അദ്ദേഹം. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നത്, ഇവിടെ സ്ഥിരമായി വിശുദ്ധ കുർബാന ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അമ്മ മരണപ്പെടുന്നത്. സ്ഥിരമായി കുർബാന ഇല്ലാത്ത കാരണം 5-നോ 7-നോ 11-നോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മരിച്ച 5-ാം ദിവസം രാത്രി അച്ഛൻ എന്നെ വിളിച്ചു. റാത്തപ്പള്ളി 7-ാം തീയതി കുർബാനയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛന്മാരില്ലാത്ത കാരണം കുർബാന വേണ്ടെന്ന് വെച്ചിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എല്ലാവരോടും വിവരം പറഞ്ഞേര്, 7-ാം തീയതി രാവിലെ 10 മണിക്ക് ഞാൻ വന്ന് കുർബാന ചെല്ലും, എല്ലാവരും വരണം എന്ന് പറയണമെന്ന് പറഞ്ഞു. അത് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വളരെ വിലപ്പെട്ട ഒരു സംഗതിയാണ്. ഒരച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് വന്ന് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് അത് ഞാൻ വളരെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഡിസംബർ വന്നപ്പം അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു, അച്ഛാ കരോളൊക്കെ ഇറങ്ങും, ഞങ്ങൾക്ക് നാട്ടിലൊക്കെ കരോള ഇറങ്ങുന്നുണ്ടല്ലോ, ഇവിടെ എങ്ങനെ ഇവിടെ കരോളൊക്കെ ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇവിടെ ആൾക്കാരും ഉണ്ടാകില്ല, നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, നസ്രാണികളെ ആരും ചിലപ്പോൾ അറിയില്ല, അപ്പോൾ ഇറങ്ങിയാൽ എങ്ങനെയാണ് അതിന് ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ അപ്പച്ചനൊക്കെ ചെറുപ്പമാണ്. അപ്പച്ചൻ പറഞ്ഞു, നമുക്കൊക്കെ ഇറങ്ങാം, എന്തായാലും നസ്രാണി ഇവിടെ ഉണ്ടെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ 4 പേരും അപ്പച്ചനും പിന്നെ അടുത്തുള്ളൊരു നിധിയിരിക്കൽ കുഞ്ഞച്ചെന്ന് പറഞ്ഞ ചങ്ങാതിയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റിലെ കരോൾ ഇവിടെ ഇറങ്ങി. അന്ന് സെൻറ്റ് മേരീസ് ചർച്ച് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബാനറൊക്കെ അടിച്ചിരുന്നു.
അന്ന് അച്ഛനും അത്ര ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ് കടിച്ചിറക്കി ബാനൊക്കെ വെച്ച് കരോൾ നടന്നു. അന്ന് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് 5 രൂപയാണ്. 50 പൈസ അവർ കിട്ടും, 5 രൂപ വരെ. പിരിവ് ഏകദേശമൊക്കെ കിട്ടി. അന്നൊക്കെ ഞങ്ങൾ വളർന്നു. ആ പിരിവ് കിട്ടിയോട് ഉഷാറോട് കൂട്ടിയിട്ടാണ് അച്ഛൻ എന്നാൽ പള്ളി പണിയാന്ന് പറഞ്ഞു. പള്ളി പണിത് കുറച്ച് ആൾക്കാർ ഏർപ്പാട്, അവന് ഫണ്ടൊക്കെ വേണം. അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് തന്നെ അച്ഛൻ പണി തീരാനുള്ള ഏർപ്പാടാക്കി. എൻ്റെ അപ്പച്ചനെ തന്നെ ചാർജ് കൊടുത്തു. അപ്പം തന്നെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തി. അപ്പോൾ അതിന് മുമ്പാടെ കാറ്റീസം വേണമെന്ന് പറഞ്ഞു. അന്ന് വീട്ടിലാണ് കാറ്റീസം. പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഞങ്ങളെ കൂടി പഠിപ്പിക്കാനൊക്കെ കുറേ നാളൊക്കെ അങ്ങനെയാണ്. പിന്നെ അച്ഛനുണ്ടെങ്കിലും ശനിയാഴ്ച വരും, വീട്ടിൽ നിന്ന് താമസിക്കും, രാവിലെ കുർബാനയ്ക്ക് പോകും. അങ്ങനെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പള്ളിപ്പണി തുടങ്ങിയപ്പോൾ പിന്നെ തുടങ്ങി എനിക്ക് അച്ഛനായിട്ട് കൂടുതലെടുത്തു. പക്ഷെ അച്ഛൻ്റെ നിഘണ്ടുവിൽ എനിക്ക് തോന്നിയത് ഇല്ല എന്നൊരു വാചകം അച്ഛൻ്റെ ഇതിലില്ല എന്ന് തോന്നുന്നു. പക്ഷെ അച്ഛൻ ആരോട് ചോദിച്ചാലും ഇല്ലയെന്ന് പറയില്ല, അച്ഛനോട് ചോദിച്ചാലും എൻ്റെ ഇല്ലയെന്നും പറയില്ല. അതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ വരാൻ പറഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു വാക്ക് അച്ഛൻ്റെ മൊഴിയിലില്ല. അത് എത്ര അകലെയാണേലും എന്ത് ബന്ധപ്പെട്ടാണേലും സ്ഥലത്തെത്തും. അച്ഛൻ ചേലക്കരയിൽ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് റോഡോ ടാറിട്ട റോഡോ ബസ്സോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ